കുഞ്ഞിച്ചോ മിനസാൻ നാനോ മെഷീന്റെ സീസൺ 2 എപ്പിസോഡ് 35 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ നാനോ മെഷീൻ ഏകദേശം എൻ്റെ ആകാറായിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കോട്ടപ്പാകാറായി. എൻ്റെ ആകുന്നതിന് മുമ്പ് നമ്മൾ കോട്ടപ്പാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതിനർത്ഥം അത് കഴിഞ്ഞാൽ നമ്മൾ കോട്ടപ്പാതിന് ശേഷം എല്ലാ വീക്കിലും ഒരൊറ്റ ചാപ്റ്റേഴ്സ് വെച്ച് മാത്രമേ റിലീസ് ആകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാ വീക്കിലും ഒരൊറ്റ ചാപ്റ്റർ മാത്രമേ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. റഫ്ലി അതൊരു 4-5 മിനിറ്റ് ഉണ്ടായി. സോ കോട്ടപ്പതിന് ശേഷം നിങ്ങൾ ഓരോ വീക്കിലും ഇതേപോലെ ഇങ്ങനെ കാത്തിരുന്ന് കാണുന്നത് അത് അത്ര നല്ലൊരു അടിപൊളിയല്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴെ പതുക്കെ അങ്ങോട്ട് സഞ്ചരിക്കുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. കാര്യം പെട്ടെന്ന് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എല്ലാ വീക്കിലും വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും, അതും ഒരു ചാപ്റ്ററിന് വേണ്ടി. അതേപോലെ തന്നെ ദ ബിഗിനിങ് ഓഫ് ദി എൻഡിന്റെ കുറച്ചധികം എപ്പിസോഡ്സ് കൂടെ നമുക്ക് കോട്ടപ്പ് ചെയ്യാനുണ്ട്. സോ തൽക്കാലത്തേക്ക് നമുക്ക് ഇന്നെ പതുക്കെ പോകാം, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നിർത്ത് അവൻ പറയുകയും ചെയ്യും, അല്ല നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഒരു ഇൻഡിവിജ്വൽ അവൻ ഫ്യൂച്ചറിൽ നിന്ന് പാസ്റ്റിലേക്ക് പോയി ഈ സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ സെക്ട് എന്ന് പറഞ്ഞ ആ ഒരു സെക്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് എന്നിട്ട് അവൻ ആ ഫ്യൂച്ചർ ചേഞ്ച് ചെയ്യുന്നു. നീ ഇത്രക്ക് വളച്ചിട്ടൊന്നും വേണ്ട, എനിക്ക് ഉറപ്പാണ് ഈ സുപ്രീം സേബർ കൊണ്ടുണ്ടല്ലോ ഇവൻ ഉറപ്പായിട്ട് പാസ്റ്റിലേക്ക് പോയി ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നാണ് ഈ ഞെട്ടിത്തെരിച്ചു പോയത്. അപ്പോ അതാണല്ലേ ദ സുപ്രീം സേബർ ഗോഡ്? അല്ല അപ്പൊ ഈ സുപ്രീം സേബർ ഗോഡ് ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണോ? അത് മാത്രമല്ല അവൻ അങ്ങനെ വന്നിട്ട് ഈ ഒരു സേബർ ഓഫ് 6 മാർഷൽ സെക്ട് അവൻ ഉണ്ടാക്കി ഫ്യൂച്ചറിന് വേണ്ടിയോ? എന്ത് വിഡിത്താണ് നീ പറയുന്നത്? അൺപെർമിറ്റഡ് ആയുള്ള നാനോ മെഷീൻ ഈ ഐഡന്റിറ്റി ചിപ്പോ ഇല്ലാതെ ആർക്കാണ് ടൈം പോർട്ടൽ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ടൈം പെട്രോൾ അവർ ഉറപ്പായിട്ടും ട്രാക്ക് ഡൗൺ ചെയ്തിരുന്നാം. അത് മാത്രമല്ല നിനക്കറിയാലോ ഇത് ഇമ്പോസിബിൾ ആണെന്ന്. ഡയറക്ടർ ചിയോൺ, ഞാൻ ഒരു കാര്യം പറയാം, ഈ ഒരു കോർപ്പറേഷനും താങ്കളും കുറച്ച് അൺസ്റ്റേബിൾ ആണെന്ന് അറിയാം. പക്ഷേ ഈ ഒരു തിയറി എന്ത് ഡയറക്ടർ ചിയോണോ? ഇത് തിയറി അല്ല. എന്നിട്ട് അവൻ്റെ വാച്ചിലൊന്ന് പിടിക്കുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് ടോപ്പ് സീക്രറ്റ് ഉള്ള ഒരു ഫയലാണ്. ഫസ്റ്റ് എയർ സെക്യൂരിറ്റി ഡോക്യുമെന്റ് ആണ്. അതുകൊണ്ട് താങ്കളുടെ ഐഡന്റിറ്റി കൺഫേം ചെയ്യേണ്ടി വരും. എന്ത് ഹിസ്റ്ററി അർച്ചീവോ? ഡയറക്ടർ ചിയോൺ ഒന്ന് വെയിറ്റ് ചെയ്തേ, ഇത് ചിയോൺ ഹൗസ് ഹോൾഡിൽ വരുന്നവർക്ക് മാത്രം കാണേണ്ട ഡോക്യുമെന്റ്സ് ആണ്. ഞാൻ നിന്നെ അതിന് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ആവശ്യമുള്ളത് മാത്രം. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് റെക്ടിന സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സമയത്ത് അവനട്ടെ, അതായത് ഡയറക്ടർ ചിയോൺ അവന്റെ ആ ഒരു ഗൂഗിൾസ് അഴിക്കുകയും ചെയ്യും. എന്നിട്ട് റെക്ടിന സ്കാൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് താങ്കളുടെ വോയിസ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. എന്തൊക്കെ മെനേഡാണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ തിരിഞ്ഞ് നോക്കി. പക്ഷെ ആ ഒരു കാഴ്ച കണ്ട ഇയോൺ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയി. ദ സ്കൈ കോർപ്പറേഷൻ ഡയറക്ടർ ചിയോൺ മുസിയോങ്. കാര്യം ഇയോൺ ചിയോന്റെ സെയിം ഫേസ് ആയിരുന്നു നമ്മുടെ ഡയറക്ടർ ചിയോണും ഉണ്ടായിരുന്നത്. ഹിസ്റ്ററി ആർച്ചീവ് ഓപ്പൺ ആയിട്ടുണ്ട്. വെൽക്കം ഡയറക്ടർ ചിയോൺ മുസിയോങ്. എന്നിട്ട് അവൻ അവിടെ പണിയായിട്ട് തുടങ്ങി. അല്ല ഇത് ശരിക്കും ഷോക്കിംഗ് ആണ്. കാര്യം അവന് കാണാൻ എന്നെ പോലെ തന്നെയാണ്. അതിനർത്ഥം അവൻ ചിയോൺ ഹൗസിലെ ഒരാളാണെന്നാണല്ലേ? അതിലുപരി ആ ഒരു സിംബല് അത് ദ ഡീമൺ ഡിവൈൻ കൾട്ടിന്റെ തന്നെയാണ്. അപ്പോ ഈ ഒരു വീഡിയോ ഇത് ഫ്യൂച്ചറിൽ നിന്നുള്ളതാണോ? എനിക്ക് തോന്നുന്നത് അവൻ എന്റെ ഡയറക്റ്റ് ഡിസൈനന്റ് ആണെന്നാണ്. അതിലുപരി ഈ ഒരു സ്കൈ കോർപ്പറേഷൻ അതാണ് ഫ്യൂച്ചറിലെ ദി ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ട് കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ കാണാത്ത അവൻ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം ദി ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ടിന്റെ റെക്കോർഡ്സ് ആയിരുന്നു. അല്ല ഇത് ദ ഹെവൻലി ഡീമൺ ഡിവൈൻ കൾട്ടിന്റെ ക്രിയേഷൻ? ഞാൻ പറഞ്ഞില്ലേ ആവശ്യമുള്ളത് മാത്രമേ നിന്നെ. ഓക്കെ ആ ഒരു റെക്കോർഡ്സിനകത്താണ് ഫോർമറുള്ള ലീഡേഴ്സിനെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളത്. ഇത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അവരെങ്ങനെയാണ് ആ സ്ക്രീനിൻ്റെ അകത്ത് എന്നിട്ട് അവൻ ഇത് സൂക്ഷിച്ച് നോക്കുകയും ചെയ്യും. ഈ ഒരു ടൈറ്റിൽ ഇത് കണ്ടോ? ഇത് ആം സെർവിങ് അല്ല ഡീമൻ എംബറർ ആണ്. ആം സെർവിങ് അല്ല ഡീമൻ എംബറർ. എന്നാൽ അത് വായിച്ച ഇയോൺ ശരിക്കും ഞെട്ടിപ്പോയി. കാര്യം 24th ലീഡർ ദി ആം സെർവിങ് ഡീമൻ എംബറർ എന്ന് പറയുന്നത് ഇയോൺ ചിയോൺ ആണ്. അല്ല ഇതെന്താണ് എന്നെ റെഫർ ചെയ്തിരിക്കുന്നത് ദി ആം സെർവിങ് ഡീമൻ എംബറർ എന്നോ? പക്ഷേ എന്റെ ടൈറ്റിൽ ഡീമൻ ഗോഡ് എന്നല്ലേ? ഡിവൈൻ കൾട്ടിന് എതിരായിട്ട് ആരൊക്കെ വന്നാലും അവരുടെ എല്ലാവരും തന്നെ കൈകൾ അദ്ദേഹം മുറിച്ചു മാറ്റുമായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് ഡീമൻ ലോഡിന് ആം സെർവിങ് ഡീമൻ എംബറർ എന്ന പേര് കിട്ടിയത്. ഇതെല്ലാം കാണാൻ നേരത്ത് ഈ ഉണ്ണി എന്ത് പറയണമെന്ന് അറിയാമല്ലായിരുന്നു. കാര്യം അവൻ ആകെപ്പെട്ട് അത്ഭുതപ്പെട്ടാണ്ടിരിക്കുന്നത്. അല്ല ഈ റെക്കോർഡ്സ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും നോക്കിയേ. ആ സമയത്ത് അവൻ ആ പേജ് മറിച്ചു. അതുകൊണ്ട് തന്നെ ഈ വേണ്ടി ബാക്കി വായിക്കാനും സാധിച്ചില്ല. ദി 17th കൾട്ട് ലീഡർ ഡിമോണിക് സോഡ് എംബറുള്ള ചിയോൺ മൂവി. അല്ല ഇതിനെന്താണ് അവസാനത്തെ പാട്ട് വായിച്ചു നോക്ക്. ദി 17th കൾട്ട് ലീഡർ അത് ഇതിനെ കൊന്നത് സുപ്രീം സേബർ ഗോഡ് ആണെന്നോ? ശരിയാണ്, ലെഫ്റ്റ് ഗാർഡിയൻ ഇതിനെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അത് മാത്രമല്ല ആ ബുക്സും ഞാൻ നേരിട്ട് കണ്ടിരുന്നു. ആ ഒരു ലീഡർ ആയതിനു ശേഷം ഇത് ആദ്യമായിട്ട് സുപ്രീം സേബർ ഗോഡ് വന്ന ആ ഒരു സമയമാണ്.
അപ്പോൾ അദ്ദേഹം ഭാവിയിൽ നിന്ന് വന്നവനാണല്ലേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് എല്ലാം തന്നെ എക്സ്പ്ലെയിൻ ആയത്. ആ ഒരു അബൻഡൻസ് ഓടുവാൽ വെച്ച് ഞാൻ കണ്ട ആ ഒരു ഫൗണ്ടിങ് ഹെവലി ഡീമന്റെ പിന്നെ സുപ്രീം സേവറിന്റെ ആ ഒരു മാർഷൽ ആർട്ടിസ്റ്റും അത് മാത്രമല്ല ആ ശരീരത്തിലുണ്ടായിരുന്ന ബ്ലേഡ് മാർക്സും എല്ലാത്തിനും ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് സമയം കഴിയുന്തോറും അത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ വിചാരിച്ചതുപോലെയല്ലായിരുന്നു കാര്യങ്ങൾ, എല്ലാം നേർ ഓപ്പോസിറ്റ് ആണ്. പക്ഷേ താങ്കൾ എന്താണ് റിവീൽ ചെയ്തത്? ഇതിനർത്ഥം നമ്മൾ ഇത്ര നാൾ ഹീറോ എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു സുപ്രീം സേബർ കോഡ് അവനല്ലേ യഥാർത്ഥ ക്രിമിനൽ? അവൻ ശരിക്കും ഡേഞ്ചറസ് അല്ല, ക്രിമിനൽ അല്ലേ? പക്ഷേ താങ്കൾ തന്നെ ആലോചിച്ച് നോക്ക്, അവനിപ്പോ ദി മെഗാ കോർപ്പറേഷൻ ഗവൺമെന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ദി മെഗാ കോർപ്പറേഷന്റെ സിഇഒ ആണ്. നമ്മളിത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ഊഹിക്കാനെങ്കിലും പറ്റുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് തലവേദനയാണ്. കാര്യം സ്കൈ കോർപ്പറേഷന് ഈ ഒരു ബ്ലേഡ് 6ന്റെ മുമ്പ് പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനത് ചെയ്യാനായിട്ട് പോകുന്നത്. അല്ല, ഇതുകൊണ്ട് എനിക്ക് തിരിച്ചു വരേണ്ട സമയം സെറ്റ് ചെയ്യാൻ പറ്റുമെന്നില്ല പറഞ്ഞത്. അതെ പറ്റും. അപ്പൊ എന്റെ തിയറി കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ പാസ്റ്റിലേക്ക് പോയി ചേഞ്ച് ചെയ്ത ഒരു സെപ്പറേറ്റ് ഉള്ള ടൈം ലൈനിലല്ല, പകരം ഈ ഒരു ടൈം ലൈനിൽ തന്നെ ഡയറക്റ്റ് ഉള്ള എഫക്റ്റ് വരും, ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ. അത് ശരിക്കും ഡേഞ്ചറസ് ആണ്. ആ സമയം അവനെന്റെ വാച്ചും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നല്ലാതെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് തന്നെയാണ്. എന്നാൽ ആ ലുക്ക് കണ്ടപ്പോഴാണ് ഇവന് ഒരു കാര്യം മനസ്സിലായത്. ഓക്കെ, ഞാനും മിഷനും 5 ടൈം പാക്സും ഇത്രയും മതി. എന്ത് 5? അപ്പൊ ഒരു തവണയല്ലേ നീ പോകാൻ പോകുന്നത്? അല്ല, ഞാനും മിഷൻ കൊടുത്തതിന് ശേഷം നീ ഒന്നിൽ കൂടുതൽ തവണ. പെട്ടെന്ന് അത് ഗ്ലിച്ചായി, അതങ്ങോട്ട് ഓഫായി. ബ്ലാക്ക് ബോക്സ് സെക്യൂരിറ്റി സിസ്റ്റം റീസെറ്റ് ചെയ്തിരിക്കുന്നു. ഇത് അൺപെർമിറ്റഡ് ഉള്ള ആക്സസ് ആണ്. ഞാനോ തിരിച്ചു കാണിക്ക്, എനിക്കത് കാണണം. പക്ഷേ അവരെന്തോ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് പറയേണ്ടത്. വീഡിയോ ആക്സസിങ് എറർ ആയിട്ടുണ്ട്, ബ്ലാക്ക് ബോക്സ് റീസെറ്റ് ചെയ്തിരിക്കുന്നു. യെസ്, ഫൈനലി എനിക്ക് എൻ്റെ ബോഡി പനങ്ങാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുന്നുള്ളൂ. എനിക്ക് വീഡിയോ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. അത് മാത്രമല്ല, ഈ ചുറ്റിനും ഈ സൗണ്ട് ഇതാ ഡയറക്ടർ ചെയ്യേണ്ട സൗണ്ട് അല്ലേ? അവൻ എന്തെങ്കിലും തപ്പുവാണോ? പെട്ടെന്നാണ് അവൻ ഞെട്ടിയത്. കുറെ പേര് അലറുന്ന സൗണ്ടൊക്കെ അവന് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഈ ഒരു ഐഡന്റിറ്റി പ്ലെക്സ് ഇത് ഗാർഡിയൻ പാവലിയൻ ആണല്ലേ? അപ്പോൾ ഇവരെന്തായാലും ആം സെർവിങ് ഡീമൻ നമ്പറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുമായിരുന്നു. പക്ഷേ ആം സെർവിങ് ഡീമൻ നമ്പർ അത് ഞാനല്ലേ? പിന്നെ കാണിക്കുന്നത് ഒരു ലൈറ്റ് അങ്ങോട്ട് വരുന്നതാണ്. ഇയോൺഷിയോൻ പിന്നെ കാണുന്നത് ഒരു ഭയങ്കര പ്രകാശമാണ്. അവന്റെ മുമ്പിൽ പല സ്ഥലത്തുനിന്നും അത് വരുന്നുണ്ട്. ഈ സമയത്ത് ഡയറക്ടർ ചിയോൻ പറയുകയും ചെയ്യും, ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കണ്ടിട്ട് എൻ്റെ ആക്സസർ എന്തായാലും മരണത്തിന്റെ തൊട്ട് വക്കത്താണ്. ഇപ്പൊ മരിച്ചു പോകുന്നാണല്ലോ തോന്നുന്നത്. ആ സമയത്ത് ഇവന് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ സാധിച്ചു. മറ്റൊന്നുമല്ല, അവന് നാനോ മെഷീൻ കിട്ടിയ ആ ഒരു ദിവസമാണ് ഇത് ഞാനല്ലേ? 4 വർഷത്തിന് മുമ്പ് ആ ദിവസം ഞാൻ മരണത്തിന്റെ വക്കത്തായിരുന്നു. നീ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. ഇത് കുറച്ച് പ്രശ്നമായിരിക്കും. ഈ നീഡിൽ കയറാനടുത്ത് കുറച്ച് വേദനെടുക്കും. പക്ഷെ കുഴപ്പമില്ലെന്നുകൊണ്ട് അവൻ ഇൻജെക്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് നാനോ മെഷീനെ കിട്ടിയത്. അപ്പോൾ അന്നത്തെ ആ ദിവസം എന്നെ ഗാഡ് ജാങ് അല്ല രക്ഷിച്ചത്, പകരം നീയായിരുന്നല്ലേ എൻ്റെ ഡിസെൻഡഡ് ആയുള്ള ഡയറക്ടർ ചിയോൺ. അപ്പോൾ ഫോർ ഫാദർ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഹോപ്പ് ചെയ്യുന്നത് താങ്കൾ ഉറപ്പായിട്ടും ഇത് സക്സീഡ് ചെയ്ത് ഞങ്ങൾക്ക്, അതായത് താങ്കളുടെ ഡിസൈനിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യുമെന്നാണ്. കുറച്ചധികം ഇൻഫോർമേഷൻ എനിക്കിപ്പോൾ മനസ്സിലായി. ഒന്നാമത്തെ കാര്യം, ഇവൻ എൻ്റെ ഡിസൈനറാണ്. അത് മാത്രമല്ല ഞാനും ഇവനും ഫ്യൂച്ചറിൽ നിന്ന് വന്നതാണ്. അതിലുപരി ഫ്യൂച്ചറിൽ എന്നെ റെപ്രസെന്റ് ചെയ്യുന്നത് ദി 24th ലീഡറായുള്ള ആം സെർവിങ് ഡീമൻ എംപറർ ചിയോൺ എന്നാണ്. അത് മാത്രമല്ല എൻ്റെ ഫോഴ്സസ് ഞാൻ നോർത്തേൺ സീ ഐസ് പാലസിലേക്ക് വരെ എത്തിച്ചേരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ ബാറ്റിൽ ഫീൽഡിൽ മരണപ്പെട്ടു. ഈ സമയത്ത് ഇവനൊന്നും പറയത്തില്ല. എന്നിട്ട് അവനൊന്ന് ചിരിച്ചിട്ട് പറയും ചെയ്യും, പക്ഷേ അന്ന് എനിക്ക് ഞാനും ഇല്ലായിരുന്നല്ലേ. റെക്കോർഡ്സ് വെച്ച് നോക്കാറുണ്ട് ആം സെർവിങ് ഡീമൻ എംപറിനെ പലതവണ അസാസിനേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നു. അത് മാത്രമല്ല ഒരു തവണ അവർ സക്സീഡും ചെയ്തു. എന്നാൽ ആ സമയത്ത് എന്നെ രക്ഷിച്ചത് ഗാർഡിയൻ പാവലിയനാണ്. പക്ഷേ അത് ഗാർഡിയൻ പാവലിയനും അല്ലായിരുന്നു, അന്ന് നീയാണ് എന്നെ രക്ഷിച്ചത്. അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടാണ് എനിക്കിപ്പോൾ ഫ്യൂച്ചറിൽ മറ്റൊരു ടൈറ്റിലുള്ളതല്ലേ. ആ ദിവസമാണ് നാനോനെ എനിക്ക് കിട്ടിയത്. ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ്, അല്ല ഈ ലോകത്തിൽ തന്നെ ടേണിംഗ് പോയിന്റ്. പക്ഷെ അവൻ ഗാർഡിയൻ പാവലിയനെ ഉപദ്രവിച്ച് അതെനിക്ക് അങ്ങോട്ട് നാശം. ആ ടൈം പെട്രോൾ നാറുകൾ അവന്മാരെന്നെ പിടിച്ചോ? ഇനി മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഫോർ ഫാദർ, താങ്കളുടെ കല്ല നാനോ മെഷീൻ എന്ന് പറഞ്ഞത് അത് കട്ടിങ് എഡ്ജുള്ള ഒരു ടെക്നോളജി തന്നെയാണ്. കുറച്ച് പാടായിരിക്കും, പക്ഷെ താങ്കൾ എന്തായാലും അത് കണ്ടെത്തിക്കോളുന്നുണ്ട്. അവനട്ടെ അവിടുന്ന് പോയിട്ടുണ്ട്. അതെ, ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ എഫക്ട്സ് ആണ്. ഈ സമയത്ത് ഇവൻ ചിരിച്ചിട്ട് തിരിഞ്ഞ് നടക്കും. എന്നിട്ട് പറയും ചെയ്യും, നീ ഇവിടെ ക്രിയേറ്റ് ചെയ്തത് ബട്ടർഫ്ലൈനെയൊന്നുമല്ല, പകരം ഒരു ഡീമൻ ഗോഡിനെ തന്നെയാണ്. ഇതിനു വേണ്ടി ഞാൻ ഉറപ്പായിട്ടും നിന്നെ സഹായിച്ചിരിക്കും. നീ പറഞ്ഞത് വെച്ച് നോക്കാൻ നിർത്ത്. ദ സുപ്രീം സേബർ ഗോഡ്, അവനെ ഞാൻ ഉറപ്പായിട്ടും ഇത്തവണ സ്റ്റോപ്പ് ചെയ്തിരിക്കും. വീഡിയോ അതിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് റിപ്പീറ്റ് ചെയ്യണോ?
ഞാനോ അത് നീയാണോ? നീ ഓക്കെ ആണോ? അതെ, ഇലക്ട്രിസിറ്റി കാരണം സിസ്റ്റത്തിലുണ്ടായ ഡാമേജ് എല്ലാം തന്നെ റീസ്റ്റോർ ചെയ്തിരിക്കുന്നു. അത് മാത്രമല്ല ഞാൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗാറ്റിലെത്തിനേക്ക്. ഗാറ്റിലെത്തിന് ഇപ്പോൾ ഇലക്ട്രിസിറ്റി വിത്ത് സ്റ്റാൻഡ് ചെയ്യാം. എന്ത് അപ്ഗ്രേഡോ? ഈ ഒരു ഫീച്ചർ ഭാവിയിലുള്ളവർ വരെ സ്വപ്നം കാണുന്ന ഒരു ഫീച്ചറാണ്. ദി 7th Gen നാനോമെഷീന്റെ ഒരു എസെൻഷ്യൽ ആയ ഫീച്ചറാണ്. അതിന് ഒരു മെറ്റലുണ്ട്. ആ മെറ്റലിന് ഷോക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കും. സത്യം പറഞ്ഞാൽ ഇത് നോർമലുള്ള ഒരു മെറ്റലല്ല. അതിന് സാധ്യമായത് ദി 7th Gen നാനോമെഷീൻ്റെ അകത്തുള്ളത് ഗാറ്റിലിയം എന്ന് പറഞ്ഞ ഒരു മിസ്റ്റീരിയസ് അല്ല മെറ്റലാണ്. ഈ ഒരു മെറ്റലിനെ പറ്റി ഭാവിയിലുള്ളവർക്ക് വരെ ഒരു പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാര്യം അത്രത്തോളം റെയറും അത്രത്തോളം മിസ്റ്റീരിയസ് ഉള്ള ഒരു മെറ്റലാണ്. ഇയോൺ ചിയോന് അത് എൻഡ്യൂർ ചെയ്യാനായിട്ട് സാധിച്ചു. ചുരുക്കം പറഞ്ഞാൽ ദി ഹെവൻലി ഡീമൻ ക്യൂവയും അത് മാത്രമല്ല ഇന്നും യാനർജിയും പിന്നെ ഫ്ലെയിം ക്യൂയും എല്ലാം തന്നെ കുറേയധികം ഫീച്ചേഴ്സ് ലോക്ക്ഡ് ആയിരുന്നു. അപ്ഗ്രേഡിന്റെ സമയത്ത് അതെല്ലാം ഫോഴ്സ്ഫുള്ളി അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും ലോക്ക് ചെയ്യണോ? അല്ല, ആദ്യം നീ ഇതൊന്നും അൺലോക്ക് ചെയ്തില്ലായിരുന്നല്ലോ. ഇപ്പൊ നീ അൺലോക്ക് ചെയ്തത് യൂസറിന് വേണമെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല, ഇതെന്തൊക്കെ തരത്തിലുള്ള ഫീച്ചേഴ്സ് ആണെന്ന് എനിക്കൊന്ന് കാണാൻ. അടുത്ത സെക്കൻഡിലാണ് ഇയോൺ ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം കണ്ണെത്താ ദൂരത്തോളം ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇത് 60 ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഇതെല്ലാം തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു ഇത്ര നേരം. അപ്പോൾ ഇത്ര നാളെ നിന്നെ സഹായിച്ചത് ലോക്ക് അല്ലാത്ത ഫീച്ചർ കൊണ്ട് മാത്രമാണല്ലേ? ഇതെല്ലാം ഓപ്പൺ ആയത് ഒരു എക്സ്റ്റേണൽ സോഴ്സ് കാരണമാണ്. ഇയോണൊന്നും തന്നെ മിണ്ടില്ല. എന്നിട്ട് പറയും ചെയ്യാം, ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്തായാലും ഇത് ലോക്ക് ചെയ്യുന്നില്ല. അണ്ടർസ്റ്റുഡ്, എല്ലാം തന്നെ അൺലോക്ക് ചെയ്യുന്നു. ഞാനോ ഇതെല്ലാം കഴിയാൻ നേരത്ത് എന്റെ ഇഞ്ചുറി ആയ കുറച്ച് മെറിയൻസ് ഉണ്ട്. അതിനെപ്പറ്റി നീ നോക്കുമല്ലോ. ഷുവർ, യൂസറിന്റെ വൂൺസ് എല്ലാം തന്നെ ഹീൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കറണ്ട് ടൈമാണ്. ഇയോന്റെ ശരീരത്തിൽ കൂടെ നാനോ മെഷീൻ പണി തുടങ്ങി. പെട്ടെന്നാണ് ഈ ഒന്ന് ഞെട്ടിയത്. അടുത്ത സെക്കൻഡ് അവരെല്ലാവരും ബാക്കിലേക്ക് ചാടി. കാര്യം അവന്റെ ശരീരത്തിൽ നിന്ന് അബ്നോർമൽ ആയ രീതിയിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. അല്ല, ഈ ലൈറ്റിംഗ് ക്യൂ ഇതെന്താണ്? അത് ശരിക്കും സ്ട്രോങ്ങർ ആയല്ലോ. എല്ലാവരും പിന്നിലേക്ക് മാറൂ. ഈ സമയത്ത് ഹിയോബങ് പറയും ചെയ്യും, ഡീമലോട് എനിക്ക് വേദനിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്താണ് ആ ഒരു ക്യൂ എല്ലാം വീണ്ടും വിഡ്രോ ആകാനായിട്ട് തുടങ്ങിയത്. അല്ല, അത് ഡിക്രീസ് ആകുവാണോ? അല്ലടാ, നീ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. അതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ബോഡി അബ്സോർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അതെല്ലാം കൂടെ അബ്സോർവ് ചെയ്ത് ഇവന്റെ ആ ഒരു ഹൃദയത്തിലുള്ള ആ ഒരു കോറിന്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ പ്യുവർ സൈലൻസ് ആണ്. അവിടെ ക്ലീൻ ആയിട്ട് മാറി. ഇയോൺ ചെയ്യാനായിട്ട് അവിടെ ഒന്നും മിണ്ടാതിരിക്കും. അടുത്ത സെക്കൻഡ് അവൻ കണ്ണു തുറന്നപ്പോൾ അബ്നോർമലായ രീതിയിൽ തന്നെ ഒരു മാസീവ് വളരെ എനർജി അവിടെ റിലീസ് ചെയ്യപ്പെട്ടു. അതിന്റെ ഷോക്ക് വേവ് അത്രത്തോളം സ്ട്രോങ്ങർ ആയിരുന്നു. ടീമിലോട് പെട്ടെന്നാണ് അവരെല്ലാവരും ഞെട്ടിയത്. ഫൈനലി അടുത്ത സെക്കൻഡ് അവരെല്ലാവരും മുട്ടുകുത്തി നിലത്തേക്കിരുന്നു. ഞങ്ങൾ ഡീമൻ ഗോഡിനെ ഗ്രീറ്റ് ചെയ്യുന്നു. എന്റെ ശരീരത്തിന്റെ ഉള്ളിലൂടെ കുറച്ച് ഉറുമ്പുകൾ നിരക്കുന്ന പോലുണ്ട്. അതിനർത്ഥം ഞാനോ നീ കംപ്ലീറ്റ്ലി ബാക്കിലേക്ക് വന്നല്ലേ. ഈ സമയത്ത് ആ ഒരു സോഡുമായിട്ട് നമ്മുടെ ഹിയോബങ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അല്ല, ഇവിടെ എന്ത് സംഭവിച്ചു? മൈലോഡ്, താങ്കളിപ്പോൾ 2.5 മണിക്കൂറായിട്ട് ഇങ്ങനെ തന്നെയായിരുന്നു. ഈ ഒരു സമയത്ത് ഓർത്തഡോക്സ് മുറുമലൻസും പിന്നെ ദി നോർത്തേൺ സീ ഐസ് പാലസ് മാർഷൽ ആർട്ടിസ്റ്റ് എല്ലാവരും തന്നെ ആ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് ചെന്നിട്ടുണ്ട്. ദ ഡ്രാഗൺ സ്റ്റാർട്ടിലിന്റെ എസൻസ് കോർ എടുക്കാനായിട്ട്. പിന്നെ കാണുന്നത് അവരതിൻ്റെ ഉള്ളിലേക്ക് ഓടി ചെല്ലുന്നതാണ്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നതും.